ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവരും കണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണേ. അപ്പോൾ അന്ന് വന്ന കമൻസ് ഞാൻ വായിച്ചു, പക്ഷേ റിപ്ലൈ കൊടുത്തില്ല. ഇത്തിരി തിരക്കായിപ്പോയി. എനിക്ക് അർജൻറ്റ് എൻ്റെ ഒരു വിളിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നത് ഞാൻ ന്യൂയോർക്കിൽ നിന്ന്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ബന്ധുക്കായ ഒരു മോക്ക് അച്ചാർ വേണമായിരുന്നു. അപ്പം എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. കാരണം എൻ്റെ മനസ്സിൻ്റെ വീഡിയോ കാണുന്നേ. അപ്പം വിളിച്ച് എനിക്ക് പ്രോൺസിൻ്റെ നെയ്മീൻ്റെയൊക്കെ അച്ചാർ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീഡിയോ ഇവരൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ ഓർഡറൊക്കെ തന്ന് എനിക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പാവം എനിക്ക് ഓർഡർ തന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കും സന്തോഷം. പിന്നെ ഇനി അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഇത്തിരി ധൃതിയിലായിരുന്നു, ഇത്തിരി ജോലിയിലായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തേ. അഖിൽ ഇന്നലെ പറയുമായിരുന്നു, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുന്നെങ്കിൽ, ഒരു പോസിറ്റീവ് വൈബ് കിട്ടുന്നെങ്കിൽ ഒത്തിരി സന്തോഷമല്ലേ. അത് വായിച്ചുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി കേട്ടോ. കാരണം അഖിൽ കാനഡയിലാണ്. അപ്പോൾ അവിടെ അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പം അഖിൽ പറയുന്നത്, ചേച്ചി ഇത്രയും വയ്യാതെ ചേച്ചി എന്തെല്ലാം ചെയ്യുന്നു, അപ്പോൾ പിന്നെ എനിക്കെന്താ ചെയ്താൽ. അപ്പം അത് ശരിയാണ്. നമുക്കൊരു ഇത്തിരി ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെങ്കിലും, ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിലും എനിക്കിവിടെ ഇപ്പം അങ്ങനെ ഈ മലയാളീസൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ യൂട്യൂബിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് വാങ്ങിയത്. ഇപ്പം നാട്ടിലൊക്കെ ഒരു അച്ചാർ ബിസിനസ്, ഇപ്പം ദൂരെ എല്ലാ ചാനലിലുള്ളവരും അച്ചാർ ബിസിനസ്, അങ്ങനെ പല പല ബിസിനസ്സുകളാണ്. അപ്പോൾ ഈ പൊതിച്ചോറൊക്കെ ഇപ്പം എനിക്കും കഴിവുണ്ടായി, ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്തേനെ. കാരണം ഇവിടെ നിന്ന് നമുക്ക് അല്ലെങ്കിൽ ഈ കമ്പനി ഓഫീസുകളൊക്കെ ഉള്ള അങ്ങനെ ഈ ബാച്ചിലേഴ്സ് പിള്ളേരുള്ളിടത്താണെങ്കിൽ നമുക്ക് ഈ ഹോസ്റ്റൽ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ പൊതിച്ചോറ് അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാർട്ടിയുടെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം നമ്മളെ കഴിയുന്ന ആരോഗ്യം അനുസരിച്ച് നാട്ടിൽ അന്നേലും ഒരു കൊച്ചു സംരംഭമൊക്കെ തുടങ്ങും. നാണക്കേടാന്ന് പറഞ്ഞാൽ ആരും ഇരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ നാണക്കേട് നമ്മളെ കുറ്റം പറയുന്നവരാരും നമുക്കൊരു 5 പൈസ കടം തരത്തില്ല. ഒരു പ്രാവശ്യം കാണാൻ തരുമായിരിക്കും, പിന്നെ തരത്തില്ല. അതുകൊണ്ട് നമ്മളെ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് പരിപാടിയാണേലോ, എന്താ അറിയാവുന്നതെന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ആയിട്ട് അതാണേലോ, എന്തിനും ഇപ്പം ഒരു ചാനൽ തുടങ്ങിയാലും അവർക്ക് ഇങ്ങനെ ചാനലൊക്കെ ഇപ്പോൾ തുടങ്ങിയ മോണിറ്റൈസേഷനൊക്കെ ആകാൻ ഒത്തിരി സമയം എടുക്കും. അത് ഞാൻ പറയുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇല്ലായിരുന്നു, ചുരുക്കം. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2, 3, 4 ആൾക്കാർക്ക് ചാനലുകളുണ്ട്. അത് പെട്ടെന്ന് സക്സസ് ആവും. ഇതൊക്കെ ഓരോരുത്തരുടെ തലവര പോലും ഇരിക്കും. അപ്പം ഒന്നും സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനെ സ്പേസ് കുറച്ച് കാലിയാക്കിയിട്ട് വന്നതാണ്. അപ്പം അഖിൽ അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ഇന്ന് ബിസിയാണ്. അതുപോലെ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോഴും റിൻറ്റു ഉള്ളതുപോലെ പറയുക, ചേച്ചി ഞാൻ ആദ്യം പ്രാർത്ഥിക്കത്തില്ല. റിൻറ്റുവിൻ്റെ കാര്യം എന്ന് പറയുന്നത് കമൻറ്റ് ഇട്ടിട്ടുണ്ട് റിൻറ്റു. പക്ഷേ നേരത്തെ ഈ ഐഡിയ എന്നല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു എനിക്ക് ഈ ആളെ അറിയാൻ പറ്റാത്തത്. ഇപ്പോൾ പുതിയ ഐഡിയ. നേരത്തെ റിൻറ്റു റോണി അങ്ങനെ ആയിരുന്നെന്ന് തോന്നുന്നു. വാട്സപ്പിലൊക്കെ എന്നോടും പറയാനും, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് 5-6 വർഷമായി ഇല്ല ചേച്ചി പ്രാർത്ഥിക്കണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡെലിവറി ഒക്കെ ആയിട്ട് പിന്നെ ആളുടെ അനക്കൊന്നുമില്ലാതെ പിന്നെ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പോൾ ആദ്യമൊക്കെ പുള്ളിക്കാരിക്കും അവളും അവൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. പിന്നെ അവളെപ്പോലെ അനുഭവിക്കുന്നവർക്ക് വേണ്ടി അവളും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾക്ക് കുഞ്ഞുണ്ടായി. പിന്നെ പ്രാർത്ഥിച്ച 2 പേർക്കും കുഞ്ഞുണ്ടായി. അതൊക്കെ കേട്ടാൽ ഒത്തിരി സന്തോഷമുണ്ട്. ലോമനാൻ്റെയും പറഞ്ഞതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഭയങ്കര, അതിനൊത്തിരി ഫലമുള്ളതാണ്. അപ്പോൾ അതിൽ മിക്ക ആൾക്കാരും പറയും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്നതിന് അവർക്കും ദൈവം അവർക്കും അതിൻ്റെ അനുഗ്രഹം കൊടുക്കും, നമുക്കും തരും. പിന്നെന്തുവാ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല 2 ദിവസം ഇത്തിരി ബിസി ആയിരുന്നെന്ന്. അതൊക്കെയായിരുന്നു. ഞാനും ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ദിവസം ഞാനിപ്പോൾ ഈ അച്ചാറൊക്കെ ഇടുവാണെങ്കിൽ 2 ദിവസം എനിക്ക് തീരെ വയ്യാതായിരിക്കും. എൻ്റെ ഇപ്പോൾ ഈ സ്പൈനലിൻ്റെ അവിടെ നല്ല വേദനയാണ്. അതുപോലെ ഈ വീണേൻ്റെ ആ ടെയിൽ ബോണിൻ്റെ. അപ്പോൾ അതും വെച്ചുകൊണ്ടൊക്കെയാണ് ഞാനും ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് പോയെങ്കിൽ അങ്ങ് ഇരുന്ന് പോകും. അയ്യേ വയ്യേ വയ്യേ എന്ന് പറഞ്ഞ്.
എനിക്കും അസ്വസ്ഥതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ജോലി വയ്യെങ്കിലും ഞാൻ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത്രയും നമ്മൾ നടക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ഇരുന്ന് പോവും. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് ഇനി നമുക്ക് പോകാമേ. ഓക്കെ. അയ്യോ, സൂസൻ എന്നോട് പ്രേസമോനെ കൊണ്ട് ഒരു ഹായ് പറയണേ പറയും. പ്രേസമോൻ ഞാൻ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ പ്രേസമോൻ താഴ്പ്പൊക്കെ ഭയങ്കര കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. അവരപ്പോൾ അന്നേരം താഴെ ടേബിൾ ടെന്നീസ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും പോയി, ഇപ്പോഴും പോയേക്കുവാ. സൂസൻ ഞാൻ അവനോട് പറഞ്ഞു തരാം, അത് കിടക്കുന്നിട ഞാൻ പറയടാ ഇങ്ങനെ ഒരു ആൻറ്റി പറഞ്ഞിട്ടുണ്ടെന്ന്. സോറി സൂസ. ഒരാൾ ഇവിടെ ഇരുന്ന് റീച്ചാൻ്റെ ലാപ്ടോപ്പിൽ റൊണാൾഡോയെ അനുകരിക്കുക. റൊണാൾഡോയുടെ ഡ്രസ്സിൻ്റെ കാര്യം പറയാം. റൊണാൾഡോ എന്തോ ഡ്രസ് ഇടുന്നത്? ആരെ അങ്ങനെ അനുകരിക്കാൻ പോണ്ട കൂടുതൽ. നിന്നോട് എന്തോ പറഞ്ഞത്? ഡാഡി അവിടെ നിന്ന് പറയുക ബിജിയുടെ കാന്താരിയിൽ കാന്താരി വന്നെന്ന്. 2 കാന്താരി വന്ന്. ഞാനിങ്ങനെ എന്നും പോയി നോക്കും അതിനെ. അത് മുകളിലോട്ട് അങ്ങ് തട്ടാറായി. അതാ എനിക്കൊരു ടെൻഷൻ. നമുക്ക് റീച്ചാൻ പറയാം അങ്ങനെ ആണെങ്കിൽ കൊണ്ട് ഗാർഡനിൽ വെക്കാം. ഞാൻ പറഞ്ഞു റീച്ചാൻ ആരെങ്കിലും ഗാർഡനിൽ കൊണ്ട് വെച്ചിട്ട് കാന്താരി വെച്ചുകൊണ്ട് പോകുന്നു. ഞാനിങ്ങനെ നോക്കി ഇരിക്കുക. അപ്പം കാന്താരി ഇങ്ങനെ ചില സമയത്ത് വാടി നിൽക്കത്തില്ലേ. അപ്പം ഡാഡി പറയും കാന്താരി വിജിയെ വിളിക്കുന്നതെന്ന് പറയും വെള്ളം ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ എത്രയും അത് നല്ലതായിട്ട് നോക്കാമോ അത്രയും നോക്കാം. കിട്ടുന്നത് പോലൊക്കെ കിട്ടട്ടെ. നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ നട്ടതിൽ നിന്നൊരു ഫലം കിട്ടുമ്പം. പൂ വന്നപ്പോഴേ എനിക്ക് ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞ് കുറച്ചു നേരം ഞാൻ അവിടെയൊക്കെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ വന്ന് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അത് കഴിഞ്ഞ് മീൻ ചൂര അന്ന് ഞാനെടുത്ത് ഓരോന്നോരോന്നായിരുന്നല്ലോ വെച്ചത്. അതൊന്നെടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇത്തിരി ഒന്ന് ഐസ് പോയിട്ട് ഒന്ന് വെട്ടിയെടുക്കാം. ഞാൻ പറഞ്ഞു അന്നേ കൊണ്ടുവന്നപ്പോൾ നല്ല മീൻ. പലരും വീഡിയോ കണ്ടിട്ട് പറഞ്ഞു ബിജി ഇവിടെങ്ങും അങ്ങനെ നാട്ടിലൊന്നും ഇത്രയും വില കുറച്ച് മീൻ കിട്ടത്തില്ല, നല്ല അല്ലായിരുന്നു. അതിൻ്റെ കൂടി ഇച്ചിരി കപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നയാ എൻ്റെ ആൽഫി ചേച്ചി, ബിജി ഇച്ചിരി കപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന്. അപ്പം ഞാൻ കഴിവതും കപ്പ വാങ്ങിക്കാതെ ഇരിക്കുക. പിന്നെ ഇങ്ങനെ ആരേലും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കങ്ങ് കൊതി വരും. അപ്പം ഞാനിതൊന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇപ്പം ഇങ്ങനെയുള്ള ഈ നമ്മുടെ നമ്മുടെ ഈ അച്ചാറിടുന്ന ടൈപ്പ് മീൻ വരുന്നില്ല. ഈ ടൈപ്പ് മീൻ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ചിലർക്കൊന്നും ഇങ്ങനെ ഈ വലിയ മീൻ ഇഷ്ടമല്ല, ചെറിയ മീനാണ് ഇഷ്ടം. നമ്മുടെ അജിതേച്ചിയും ജയേച്ചിയൊക്കെ പറയും വലിയ മീൻ ഇഷ്ടമല്ല, ചെറിയ മീനാണ് ഇഷ്ടമെന്ന്. പക്ഷേ എനിക്ക് ഈ ചൂര ഇഷ്ടം. ചൂരയുടെ തലയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിച്ചിരി സ്പീഡിലിട്ടതാണ് കേട്ടോ. അല്ല നിങ്ങൾ ചിന്തിക്കില്ല ബിജി ഇത്രയും സ്പീഡിലാണോ കട്ട് ചെയ്യുന്നതെന്ന്. അല്ല, ഞാൻ ഇച്ചിരി സ്പീഡിലിട്ടതാണ് കേട്ടോ. അപ്പം ഇന്ന് വേറൊരു രീതിയിലായിപ്പോയി കണ്ടിച്ചത്. ഏതോ ഓർമ്മയിൽ നിന്നെയാ ഞാൻ ഈ തലയൊക്കെ കണ്ടിച്ചിട്ടേ ഞാൻ അതിൻ്റെ അകത്തെ ആ പരിഞ്ഞിലെടുക്കത്തുള്ളായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ തല കണ്ടിക്കാതെ ഞാൻ പരിഞ്ഞിൽ വലിച്ചെടുത്ത്. അപ്പം ഞാനിതൊന്ന് കണ്ടിച്ചെടുക്കട്ടെ. അപ്പം ഞാൻ ഈ തൊലിക്കകത്തുള്ള ഈ കണ്ടിച്ചെടുക്കുന്ന പീസൊക്കെ ഉണ്ടല്ലേ, അത് ഞാൻ കറിക്കകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇതിൻ്റെ പരിഞ്ഞിലും ഇന്നാളത്തെ അയലയുടെ തലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇല്ലേ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന്. അതുപോലെ ഇപ്പോൾ ഉള്ളത് എടുത്ത് വെച്ചിട്ട് ഇല്ലാത്ത സമയത്ത് എടുക്കാം. അതനുസരിച്ച് ഞാൻ ഈ സൈഡിലുള്ള ഈ എടുക്കുന്ന മാംസം ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് പരിഞ്ഞില്ലാത്തിട്ട് തോരൻ വെക്കാനായിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടിടും. അപ്പം ഇത് കറുത്ത ചൂരയെന്ന് ആണെങ്കിലും കറുപ്പായിട്ട് അങ്ങനെ ഒത്തിരി ഇല്ലായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ എടുത്ത ഒരു ചൂര കറുപ്പ് പോലായിരുന്നു. അപ്പോൾ ഇത് നല്ല ഇതാണ്ട് നമ്മുടെ ഈ കേരച്ചൂര വാങ്ങിക്കുന്നത് പോലുണ്ട്. ഇതെടുത്തിട്ട് നല്ല ചുമന്ന വെള്ള ഇതായിരുന്നു. അതിന് കമൻറ്റ് വന്നേ, ചേച്ചി ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ട് രാത്രി ചപ്പാത്തി തിന്നുന്നു. ഞാൻ അങ്ങനൊന്നുമില്ല. ഉച്ചയ്ക്ക് ചിലപ്പം ചോറ് കഴിക്കും, ചില ദിവസം ചപ്പാത്തി കഴിക്കും. രാത്രി ചില ദിവസം ഈ ഓട്സ് ഇങ്ങനെ ദോശ പോലെ ഉണ്ടാക്കും. ഇന്നിപ്പം രാത്രി ഞാൻ അതാ ഉണ്ടാക്കുന്നത്. അതെനിക്കിഷ്ടം. അല്ലാതെ ഈ ഓട്സ് പാലൊക്കെ ഒഴിച്ച് നമുക്ക് മധുരം അങ്ങനെ മധുരം ഉപയോഗിച്ചാൽ പിന്നെയും കുഴപ്പമില്ല. അല്ലാതെ അങ്ങനെ കഴിക്കുന്നതിനോട് എനിക്കത്ര ഇതില്ല. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കണ്ടിച്ചെടുക്കട്ടെ. കണ്ടിച്ചിങ്ങനെ എടുക്കുന്നുണ്ട്. ഇപ്പം അവിയലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിയലും ചപ്പാത്തിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ വൈകിട്ട് ചിലപ്പോൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ അഥവാ ചോറ് കഴിക്കുകയാണെങ്കിൽ രാത്രി അവിയലും ചപ്പാത്തിയും കൂടെ കഴിക്കും.
അപ്പം ഞാൻ നേരത്തെ ഈ ടിപ്സൊക്കെ ഇടുമായിരുന്നല്ലേ, അപ്പം ചുമയ്ക്കുള്ളൊരു ടിപ്സ് ഇട്ടായിരുന്നു. അത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു 67-68 ആൾക്കാർ കണ്ടു. അന്ന് മുതൽ ഇന്ന് വരെയും വെറുതെ ആൾക്കാർ കാണുന്നതേ ഉള്ളായിരുന്നു. നമുക്കത് മോണിറ്റൈസേഷൻ ആയില്ലായിരുന്നു. അതെന്തോ യൂട്യൂബ് നമുക്കത് ഡോളറായിട്ട് അത് $1 വരത്തില്ലായിരുന്നു. ഞങ്ങൾ 2-3 പ്രാവശ്യം ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തു. പക്ഷേ അവർ ഒന്നും പറയുന്നില്ല, റീസണൊന്നും അങ്ങനെ പറയുന്നുമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ വീണ്ടും വിളിച്ചത്. അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ഓരോരുത്തർ കണ്ട അവർ പറയും, ചേച്ചി ഞങ്ങൾ അതോ കമൻറ്റ് വരുന്നത് 2, 3, 12 മണിക്കൊക്കെയാണ്. ഡോളർ വന്നില്ലെങ്കിലും ആ കമൻറ്റ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അവർക്ക് അതൊരു പ്രയോജനമായല്ലോ എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കിയേ ഇവിടെ ഉള്ളവർക്ക് ചപ്പാത്തിക്ക് വേണ്ടി. അപ്പോൾ അവരൊന്നും മീൻകറി കൂട്ടിയൊന്നും ചപ്പാത്തി കഴിക്കാറില്ല. അപ്പോൾ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കി ചപ്പാത്തിക്ക് കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ മീൻകറിയൊക്കെ വെക്കാനുള്ള തുടക്കത്തിലാണ്. എൻ്റെ തന്നടി പിന്നടി എൻ്റെ ചട്ടിയിൽ ഇതിൻ്റെ അകത്തായിരുന്നു ഞാൻ മീൻ വെക്കുന്നത്. ഇപ്പം ഇതും എപ്പം പോകുമെന്നറിയത്തില്ല. അതിൻ്റെ ഇച്ചിരി ഒത്തിരി ഒന്ന് വെടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും അത്ര ശരിയായില്ല. അത് കഴിഞ്ഞ് ഓൺലൈനിൽ 3 എണ്ണം സെറ്റായിട്ടുള്ളതാണ്, വലുത് ചെറുത്. ആ വലുതൊട്ടും ഒക്കത്തില്ല. അത് അങ്ങോട്ട് ചൂടാവുമ്പോഴേ അതിൻ്റെ അടിയിൽ നിന്ന് എങ്ങനെയോ ഓയിൽ പോലെ എന്തോ ഇറ്റിറ്റ് വീഴുക. അത് അങ്ങനെ വെറുതെ എടുത്ത് മേളിൽ വെച്ചേക്കുക. പിന്നെ അതിൻ്റെ കുഞ്ഞ് 2 എണ്ണം ഉണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ അത് മീൻകറിയൊന്നും വെക്കാനായിട്ട് ഒക്കത്തില്ല. കുഴുവൻ മോരുകറിയോ അങ്ങനെയുള്ളത് വല്ലതും ചെയ്യാം. അപ്പോൾ എനിക്ക് ചട്ടി അങ്ങനെ ഇല്ല, അതിൻ്റെ പ്രയാസത്തിൽ ഇരിക്കുക. മീൻകറിയൊക്കെ ചട്ടി വയ്ക്കാതെ അല്ലാതെ ഈ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയത്തിലോ വെച്ചാൽ അത്ര ഒരു സുമാറ് വരത്തില്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്തത് കൊണ്ടേ. അപ്പോൾ എനിക്ക് ചട്ടി എന്തോ ചെയ്യുമെന്നുള്ള ഇതിലിരിക്കുന്നു. ചട്ടിയാണെങ്കിൽ ഈ പാഴ്സൽ നമ്മളിപ്പം തുണിയിലൊക്കെ പൊതിഞ്ഞ് അങ്ങനെയൊക്കെ കൊണ്ടുവരാക്കത്തുള്ളൂ. അല്ലാതെ ഇത് ഇങ്ങനെ ബെഞ്ചിൽ നിന്നളി പറഞ്ഞിട്ട് കൊച്ചോളെ ചട്ടി പൊട്ടിപ്പോയാൽ എന്തോ അവരെടുത്ത് എറിയത്തില്ലോടി കൊറിയർ ഇങ്ങനെ ചെയ്യുമെന്നുള്ള ഇതിൽ. അപ്പോൾ എങ്ങനെ ചട്ടിയില്ലാതെ എന്തോ ചെയ്യും ദൈവമേ. മീൻ അടപ്പത്ത് വെച്ചിട്ട് വേണം എനിക്കിനി തുണി വിരിക്കാനായിട്ട്. തുണിയെല്ലാം ആയി കിടക്കുക, പക്ഷേ ഇതൊന്ന് അടപ്പത്ത് വെച്ചിട്ട് തുണി വിരിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇതെല്ലാം മീനെല്ലാം പറക്കിയിട്ട് കറിവേപ്പില ഒന്ന് ഇട്ടിട്ട് അതൊന്ന് അവിടെ കിടക്കട്ടെ. അപ്പോൾ തുണി ഇപ്പം ഞാനാണ് കൂടുതലും വിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹോളിൻ്റെ അവിടെ ഞാൻ അധികം കൊടുക്കത്തില്ല. കാരണം എൻ്റെ കാന്താരി ഇവനോട് ഞാൻ പറയും ഇടുന്നുടനെ ചെറുതായിട്ടുള്ളത്, ഒത്തിരി താഴെ തട്ടുന്ന ടൈപ്പ് ആ സൈഡ് ഇടൽ, ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇടാവുമെന്ന്. കഴിവതും ഞാൻ ഇവിടെയും ഈ പാസേജിലും അങ്ങേ അകത്തും മീൻസ് അകത്ത മുറിയിൽ അവിടെ ആങ്കറയിലൊക്കെ ഇടും. പക്ഷെ എനിക്കുള്ള ഇതുപോലെ ഇവർക്ക് അത്ര തോന്നത്തില്ലല്ലേ. അപ്പം ഞാനതെല്ലാം സൂക്ഷിച്ച് ഞാൻ അതുകൊണ്ട് ഒരു 3-4 തുണികളെ അവിടെ കാണത്തുള്ളൂ. നേരത്തെ മഴയുള്ള സമയത്താണെങ്കിൽ നമ്മളിങ്ങനെ ഈ അകത്ത കർട്ടൻ്റെ അവിടുത്തെ അതേ റോഡയിലിടും. ഇപ്പം മഴയില്ലല്ലേ, വെയിലല്ലേ, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇവിടെ തന്നെ ഇടുമല്ല. അതുകൊണ്ട് എനിക്കാ ജോലി കൂടുതൽ ഇവിടെ. കാരണം എനിക്കല്ല ഇവിടെ വിരിക്കാനൊക്കത്തുള്ളൂ, പോളിനൊക്കത്തില്ല. റേച്ചാൻ ചെയ്യും, പക്ഷേ റേച്ചാൻ അങ്ങനെ ജോലിക്ക് പോകത്തില്ല. രാവിലെ ഇടുവാണെങ്കിൽ റേച്ചാൻ ചെയ്യും. അപ്പോൾ റേച്ചാനും പറയും പോളിൻ്റെ ടീഷർട്ടൊക്കെ എന്തിനാണ് ഇടുന്നത്. ഞാൻ പറയും റേച്ചാൻ ഇതാ കാരണം. അപ്പം അവർക്ക് ചെടിയാണെങ്കിലും അതിനോടൊന്നും അത്ര. പക്ഷേ ഡാഡി ഇന്നിങ്ങനെ പറയും കാന്താരി നോക്ക്, അത് നോക്ക്, കറിവേപ്പ് നോക്കെന്നൊക്കെ പറയും. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് വറ്റിയായിരുന്നു. ഞാനത് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ രാത്രിത്തെ ഇനി ഞാൻ ഈ കാണിക്കുന്നത്, ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓട്സ് ഇച്ചിരി വെള്ളത്തിൽ കുതിർത്ത് കുറച്ച് നേരം വെച്ചു, ഒരു 10-15 മിനിറ്റ് വെച്ചു. അതിനുശേഷം ഇച്ചിരി ഉപ്പും ചേർത്ത് ഒരു അരമുറി ക്യാരറ്റും ഒരു അരമുറി സവാളയും ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഞാനിതിലൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ആ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ടത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്ന രീതിയായി കാണിക്കുന്നത്. മുട്ട താല്പര്യമില്ലാത്തവർ മുട്ട ചേർക്കണ്ട. എന്നിട്ട് ഞാനൊരു ഇച്ചിരിയും പാല് ചേർക്കുന്നുണ്ട്. പക്ഷേ പാല് ചേർത്തത് കൊണ്ടാണ് എൻ്റെ ഇത് ഫ്ലോപ്പായിപ്പോയി. ഫ്ലോപ്പെന്ന് പറയാൻ എനിക്ക് തിരിച്ചിടാൻ നേരം അതങ്ങ് പൊട്ടിപ്പോയി, ഇച്ചിരി ഒന്ന് ലൂസായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് പാലൊഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതുകൂടെ ഒഴിച്ചിട്ട് തവയ്ക്കകത്ത് വെച്ചിട്ട് നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കുകയൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.